ഹലോ, ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്ലോസറ്റിനെയാണ്. ഒരു സ്യൂട്ട് ക്ലോസറ്റിനെ സോയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ടുള്ളൊരു വീടിന് നമ്മൾ നോക്കി ക്ലയൻറ്റ് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ അതിന് പറഞ്ഞു എടുത്തോളൂ, കുഴപ്പമില്ല, നമുക്ക് വെച്ച് നോക്കാം, ഫ്ലഷും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിട്ട് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക്, അതായത് നമ്മളൊരു പ്ലംബർ എന്ന നിലയ്ക്ക് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കത് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫ്ലഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റൈലും അതിൻ്റെ ഡെപ്തും ഹൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ്. അൾട്രാഫോണിക് ടെക്നോളജിയാണ് ഇവർ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അൺബ്ലോക്കബിൾ എന്നാണ് അവർ പറയുന്നത്. ബ്ലോക്ക് തന്നെ ഉണ്ടാവില്ല. പിന്നെ എയറിൻ്റെ റിലീസ് പ്രോബ്ലം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരില്ല. പിന്നെ അതുപോലെ തന്നെ ഹൈജീനിക്കാണ്, ഈസി ക്ലീനിങ് ആണ് എന്നുള്ള ഒരുപാട് പ്രത്യേകതകൾ ഇതിലുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് കടക്കണം. നമുക്ക് നേരെ ക്ലോസറ്റിൻ്റെ ഒരു റിവ്യൂ, അതായത് നമ്മളൊരു പ്ലംബർ എന്ന രീതിയിൽ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഇൻസ്പെക്ഷൻ ഉണ്ട്. അതായത് എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള മൊത്തമായിട്ടൊന്ന് ഇൻസ്പെക്ഷൻ ചെയ്തതിന് ശേഷം നമ്മളത് വെക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ വിശദമായിട്ട് അതിനെ ഫ്ലഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ സീറ്റിങ് നമ്മൾ നോക്കിയിട്ടാണ് ഒരു ഫീഡ്ബാക്ക് പറയുന്നത്. അപ്പോൾ താമസിയാതെ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സോയോൻ്റെ ക്ലോസറ്റ് നമ്മൾ അൺബോക്സ് ചെയ്തു. ഏകദേശം ഒരു ഇൻസ്പെക്ഷൻ നടത്തുകയാണ്. അപ്പോൾ റിംലെസ് ആണ്. ഫ്രണ്ടിൽ നിന്നാണ് നമുക്കിതിൻ്റെ വെള്ളം ഫ്ലഷ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഫ്ലഷ് ചെയ്ത് വരുന്നതിൽ കൂടിയിട്ട് രണ്ട് സൈഡിൽ കൂടി ഒരു കർവ് ഷേപ്പിൽ രണ്ട് ചാലുണ്ട്. അപ്പോൾ നമുക്ക് വാഷ് ഡൗണുമാണ്, സൈഫോണിക്കിൻ്റെ ഒരു ഫീലിങ്ങും കൂടിയാണ് ഇതിൽ കിട്ടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് ഇതിൽ അടിഞ്ഞ് കൂടുന്ന ഒരു പ്രശ്നം ഇതിലുണ്ടാവില്ല. ഡെപ്ത്ത് ഇതിൻ്റെ ഡയ ഉള്ളിൽ വരുന്ന ഡയം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ, സൈഫോണിക്കിൻ്റെ ഡയ അല്ല വരുന്നത്, വാഷ് ഡൗണിൻ ക്ലോസറ്റിൻ്റെ അതേ ഡയാണ് വരുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന വാഷ് ഡൗണിൻ ക്ലോസറ്റിൻ്റെ. പിന്നെ അൾട്രാഫോണിക്കാണ് ഇതിൻ്റെ പേര് വരുന്നത്, ടെക്നോളജി അൾട്രാഫോണിക്കാണ്. പിന്നെ ഇതിന് ഒരുപാട് പ്രത്യേകതകൾ അവർ പറയുന്നുണ്ട്. എന്നാലും നമ്മളൊരു പ്ലംബർ എന്ന രീതിയിൽ നമ്മൾ വെക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഇൻസ്പെക്ഷൻ ഉണ്ട്. അതായത് ഇത് വെച്ചാൽ അത്യാവശ്യം ഒരു ബാത്റൂമിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിനുണ്ടാകുന്ന ഒരു ഫീല് നമുക്കൊരു ഫീൽ ചെയ്യുമല്ലോ. ഏതൊരു ക്ലോസറ്റ് കൊണ്ടുവച്ചാലും ആ ക്ലോസറ്റിൻ്റെ ആ സ്റ്റൈല്, ആ ലുക്കിലാണ് നമ്മളെ ആ ബാത്റൂമിനെ തന്നെ വിലയിരുത്തുന്നത്. ഒരു സാനിറ്ററീൻ്റെ ലുക്കിലാണ് ആ ബാത്റൂമിനെ വിലയിരുത്തുക. അപ്പോൾ സാധാരണ നിലയിലൊരു 240 ഒരു 260 ബാത്റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ബാത്റൂമിൻ്റെ വിശാലത എന്നിട്ട് ഞാൻ പറയുന്നത്, അത്ര വലിയ ബാത്റൂമിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം എടുപ്പുണ്ട്, കാണാനുണ്ട്. അപ്പോൾ ബാത്റൂം കൺജസ്റ്റഡ് ആകുമ്പോഴാണ് നമ്മളെ ക്ലോസറ്റുകളൊക്കെ വലിപ്പം കൂടിക്കഴിഞ്ഞാലൊക്കെ നമുക്കൊരു ഒതുങ്ങിയ മാതിരിയുള്ളൊരു ബാത്റൂമും ആവുക, വലിയ സാനിറ്ററീസൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്റൂമാണ്. ഏകദേശം 260 ബാത്റൂം വരുന്നുണ്ട്. സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് സ്പേസ്. അപ്പോൾ ക്ലയൻറ്റിന് നിർബന്ധം ഫ്ലോർ മൗണ്ട് മതി, ഷൂട്ട് മതി. നമ്മൾ ഒരുപാട് നിർബന്ധിച്ചു. വാൾ ഹാങ് നമുക്ക് വെക്കാം, നമുക്കിതാണ് ഇപ്പോൾ ഇത്ര ട്രെൻഡ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ട്രെൻഡല്ല നമുക്ക് വേണ്ടിയത്, നമുക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് അവർ മേടിച്ചു കൊണ്ട് തന്നതാണ് ഈ ക്ലോസറ്റ്. അപ്പം നമ്മളത് ഇൻസ്പെക്ഷൻ ചെയ്തു, വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിൻ്റെ ഫ്ലോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി ഒരുപാട് ഇതിന് അഡ്വാൻസ് ടെക്നോളജികളൊക്കെ പറയുന്നുണ്ട്. ബ്ലോക്ക് വരില്ല എന്നവർ 100% ഉറപ്പ് പറയുന്നുണ്ട്. പിന്നെ എയറിൻ്റെ ഒരു പ്രോബ്ലം ഇതിനുണ്ടാവില്ല. എയർ പിടിച്ചിട്ട് വെള്ളം പോവാതാകുക, വേസ്റ്റ് പോവാതാകുക, അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനുണ്ടാവില്ല. പിന്നെ വാട്ടർ സേവിങ് ടെക്നോളജി ഓൾമോസ്റ്റ് എല്ലാ ക്ലോസറ്റിലും വരുന്നതാണ് വാട്ടർ സേവിങ് ടെക്നോളജിയൊക്കെ.
അതുമാതിരി തന്നെ ബാക്ടീരിയൽ ടെക്നോളജി. ഈ ആൻറ്റി ബാക്ടീരിയൽ ടെക്നോളജി വരുന്നത് നമ്മളെ കൊറോണ സമയത്താണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ കമ്പനികളും ഈ ആൻറ്റി ബാക്ടീരിയൽ ടെക്നോളജി ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതിൽ ഈ ബാക്ടീരിയനെ റിമൂവ് ചെയ്യാൻ എങ്ങനെയാണ് ആ ടെക്നോളജി ഇതിൽ ചെയ്യുക എന്നൊക്കെ ചിലപ്പോൾ ആളുകളൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ UV ലൈറ്റൊക്കെ അടിച്ചിട്ട് ബാക്ടീരിയനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുമാതിരി എന്തെങ്കിലുമൊക്കെ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കമ്പനി ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് ഈസി ക്ലീനിങ് ടെക്നോളജിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കംഫർട്ടായിട്ടുള്ള ഉള്ളിൽ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പ് തന്നെയാണ് അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഡിസൈൻ കമ്പനി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഫ്ലഷ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലഷിങ് വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മളെ അടുത്ത പരിപാടി. അപ്പോൾ വൈറ്റ് സിമെൻ്റൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അടിയിൽ. ഇപ്പോൾ സിലിക്കൺ വെക്കാറില്ല, കാരണം സിലിക്കൺ കുറച്ച് കഴിഞ്ഞാൽ അതിൽ ബ്ലാക്ക് എച്ചിൽ കെട്ടിയിട്ട് പ്രശ്നമാവുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് വൈറ്റ് സിമെൻറ്റിൽ പേസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ് ആണ് വൈറ്റ് സിമെൻറ്റിൽ. അപ്പോൾ ഫ്ലഷിങ് അടിക്കുന്ന ആ ഫ്ലഷ് വരുന്നതും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് നമ്മളെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഫ്ലഷാണ് ഇനി നമ്മളെ ഹൈലൈറ്റ്. സൈഫണും ഫ്ലോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ ഇതിലും വരുന്ന സൈഫണും ഫ്ലോട്ടുമാണ്. പിന്നെ ഈ നമ്മളെ ക്ലോസറ്റിൻ്റെ വാഷ് ഡൗണിൻ്റെ ആ ഡെപ്ത്ത് അത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ നമുക്കറിയാം. നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി, വെള്ളം നിൽക്കുന്ന ക്വാണ്ടിറ്റി, ഒരു വിധത്തിലുള്ള എയർ റിലീസായിട്ടുള്ള ബാഡ് സ്മെല്ലും വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് വെള്ളം വരുന്നത്. സൈഡിൽ കൂടെ ഒന്ന് റൗണ്ട് അടിച്ച് വന്നിട്ട് പിന്നെ അതേമാതിരിയുള്ളൊരു ഹെവി ഫ്ലഷിങ്ങുമാണ് കേട്ടോ. നല്ലൊരു ഹെവി ഫ്ലഷിങ്ങുമാണ് വരുന്നത്. വേസ്റ്റ് ഒരു കാരണവശാലും വേസ്റ്റ് തങ്ങി നിൽക്കില്ല. അപ്പോൾ ഇത് നമ്മൾ നോക്കി ടെസ്റ്റ് ചെയ്ത് ക്ലയൻറ്റ് ഉപയോഗിച്ച് അവർ സാറ്റിസ്ഫാക്ഷൻ ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇതിൻ്റെ സീറ്റ് കവർ സോഫ്റ്റ് ക്ലോസ് ആണ്. അത് നമുക്ക് ആ ക്ലോസിങ് തന്നെ നമുക്കറിയാം, ഡോറ് ക്ലോസ് ആകുമ്പോൾ തന്നെ. അതുപോലെ തന്നെ ക്വിക്ക് റിലീസാണ്. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ക്വിക്ക് റിലീസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതും നമുക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവരും പ്രശ്നം ഒരു ആഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ സീറ്റ് കവർ ഇളകി അത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ സോയോൻ്റെ ഈ ലോഞ്ചിങ് എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ നമ്മൾ അത് പരീക്ഷിക്കുക എന്നല്ല, അത് മാക്സിമം നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, കാറ്റലോഗ് നോക്കുക, എന്തൊക്കെയാണ് കമ്പനി അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ടെക്നോളജിയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നോക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ.